അപ്പോൾ അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഈ വർഗീയ ശക്തികളെ ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. അതൊരു വർഗീയ മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ് UDF. ഇതാണ് സ്ഥിതി. CPM-നെ സഹായിക്കുമ്പോൾ ഞങ്ങൾ ഒരു തരത്തിലും CPM-നെ ഒരു തരത്തിലും സഹായിച്ചിട്ടില്ല. സഹായിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നുമില്ല. ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത് CPM-ഉമായിട്ട് ഒരു ബന്ധമില്ല, ഞങ്ങളെ സഹായിക്കുന്ന പ്രശ്നമില്ല. ഒരു കാലത്തുമില്ല. ഒരു കാലം ഉന്നയിക്കുന്നതിൽ എന്താ വേറെ പ്രയാസമുള്ളത്? എന്ത് തോന്നിയാസം പറയുന്നതിന് നമ്മളെ ഉത്തരം പറയേണ്ട പല കാര്യങ്ങൾ. ഞാനും ഉറപ്പിച്ച് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് CPM-ഉമായിട്ട് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധം. ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഈ വിഷയമാണോ പ്രധാനമായിട്ട് ഉയർത്തി? ഈ വിഷയം മാത്രമൊന്നുമല്ല, എത്ര വിഷയം. അവർക്കൊരു വിഷയമില്ല. അവരല്ലേ വിഷയം ഉന്നയിക്കണം. ഞങ്ങളല്ലേ ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ളത്. UDF-ന് വല്ല വിഷയമുണ്ടോ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കുമുറ ചീത്ത പറയുന്നതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം അവർക്ക് പറയാനുണ്ടോ? ഒരു വിഷയവും അവർക്ക് പറയാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് പറയുകയാണ്, വർഗീയമായ ഒരു മുന്നണിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ UDF-ൻ്റെ ഈ മുന്നണി. സാധാരണ UDF എന്നാണ് പറയുക, ഇപ്പോൾ UDF അല്ല, വർഗീയ മുന്നണിയാണ്. PDP എന്ന് പറയുന്നതും ജമാഅത്ത് ഇസ്ലാമിയും ഒരുപോലെയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, വീണ്ടും മുഴുവൻ ആവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണം PDP എന്ന് പറയുന്നത് ഇതുപോലെ സാർവദേശീയ തരത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ, അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ടൊരു വിഭാഗം എന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് PDP-യുടെ ഇന്നത്തെ അവസ്ഥ. പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിലാണ് പറയുന്നത്. ഇന്നത്തെ ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗമായിട്ടൊന്നുമല്ല. ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും PDP ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അല്ല, PDP-ന്റെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുറ്റവും ായിട്ട് വന്നിട്ടുള്ള ഐക്യപ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ശ്രമമല്ലേ? അങ്ങനെ പറഞ്ഞാൽ VD സതീശൻ ഇതിനും അപ്പുറവും പറയും. VD സതീശന് വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു നടക്കുകയാണ്. അത് അൻവറോട് ചോദിക്കണം, എന്താ സജീവല്ലാതെ. ഇതെല്ലാം ഞാൻ മഴവിൽ സഖിയില്ലേ, അതെല്ലാം പല സൈസും എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അത് കഴിയായിട്ട് അന്നേരം നമുക്ക് മനസ്സിലാക്കാം. സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നല്ലോ, ഇതിനൊരു സാഹചര്യം വിലയിരുത്തി എത്രത്തോളം അനുകൂലമാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈകളിയാണ് ഈ മണ്ഡലത്തിന്റെ അവസ്ഥ. ഏകദേശം എത്ര ഭൂരിപക്ഷം കിട്ടുന്ന കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഭൂരിപക്ഷം കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ചെയ്യും. ഇതിനല്ലേ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പിന് CM-ന്റെ പരിപാടി ചേഞ്ച് ഉണ്ടോ? പക്ഷേ 13, 14, 15 തന്നെയാണോ CM-ന്റെ? ചേഞ്ചില്ല. 13, 15. പിന്നെ എന്തോ ആരോ പറഞ്ഞിട്ട് ഒരു ഹിന്ദു മുന്നണിയായിട്ട് ചോദിക്കായിരുന്നേ. ആരാന്ന് പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. അവരോട് ചോദിക്കും. എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല, എന്നെ വന്നിട്ട് ആർക്കറിയില്ല. എനിക്കറിയില്ല. ഏത് സമയം അറിയില്ല. ഞാൻ പിന്തുണ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആരാന്ന് അറിയാണ്ട് പിന്നെ പിന്തുണ വേണ്ട പറഞ്ഞല്ലോ. ചോദ്യം തന്നെ ഇമാതിരി ചോദ്യം ചോദിക്കുക. അങ്ങനെ ആരാന്ന് വിചാരിച്ചിട്ടാ? അല്ല, അതാ ഞാൻ ചോദിച്ചത്. ആരാന്ന് ചോദിച്ചിട്ട് വേറൊരു സ്വാമിയുണ്ട് ചോദിക്കുക. ആരാന്ന് പറ. ഏതാ ഹിന്ദു മഹാസഭ? ഏതാ പണ്ടത്തെയാ? സവാർക്കറിയാ? സവാർക്കറുടെ മുന്നണിയാ? ആരാധില്ല. ആരാധന ഒരു സ്വാമിയെ പറ്റി എനിക്ക് വിവരമില്ല. എൻ്റെ അടുക്ക ഒരു സ്വാമി വന്നിട്ടുമില്ല. ഞങ്ങൾ ആരോടും ഞങ്ങളെ പിന്തുണക്കൊന്നും പറഞ്ഞിട്ടുമില്ല ഒരു സ്വാമിയോടും. ഇമാതിരി ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചിട്ട് രാജ്യത്ത് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ